അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ശ്രുതി. ഞാൻ അട്ടപ്പള്ളത്തു നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് കോളേജിൽ, അതായത് സെമസ്റ്റർ എക്സാം നടക്കുന്ന സമയത്ത് തന്നെ ഒരു സാഹചര്യം കൊണ്ട് കേസിൽ പെടുകയും കോളേജിലേക്കും വരാൻ പറ്റാതെ സെമസ്റ്റർ എക്സാം എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഈശ്വര എക്സാമിന് മുന്നേ തന്നെ ഈ പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വെളിയിൽ വരാനും എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. വെളുപ്പിന് 3:30 എണീച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. ദൈവം എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എക്സാമിന് മുന്നേ തന്നെ അവൻ കോളേജിലേക്ക് വരികയും എക്സാം നല്ല രീതിയിൽ എഴുതി പാസ്സാവാൻ ദൈവം സഹായിച്ചു. ഒരു പ്രശ്നമില്ലാതെ ഇപ്പോഴും കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എന്ന് പറയാം, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കേസിൽ പെട്ടു. ആ കേസിൽ നിന്നും ഈ കൂട്ടുകാരത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു? 3:30 എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. മാത്രമല്ല, ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു യുവതി യുവാവും ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു.